കളമശ്ശേരി TVS ജംഗ്ഷനിൽ നിന്നുള്ള കാഴ്ചയാണിത്. സിഗ്നലിൽ വാഹനങ്ങൾ പാതിവഴി നിർത്തിയും പിന്നോട്ടെടുത്തും അപകടങ്ങൾ പതിവ്. ദീർഘദൂര വാഹനങ്ങളടക്കം സിഗ്നലിലെ ആശയക്കുഴപ്പം കാരണം അപകടത്തിൽപ്പെടുന്നുണ്ടെന്നാണ് പരാതി. കളമശ്ശേരി HMT ഭാഗത്തേക്ക് വാഹനങ്ങൾ പോകുന്ന ഈ ജംഗ്ഷനിൽ ദീർഘദൂര വാഹനങ്ങൾ അമിത വേഗതയിൽ വന്ന് പെട്ടെന്ന് സിഗ്നൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളാണ് ഒന്ന്. മറ്റൊന്ന്, സമയം പാലിക്കാൻ വെട്ടിച്ചു പോകുന്ന സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കി വെക്കുന്ന അപകടങ്ങൾ. സിഗ്നൽ തെറ്റിച്ച് വാഹനങ്ങൾ മറികടന്നു പോകുന്നതും ഇവിടെ സ്ഥിരം സംഭവമാണ്. പക്ഷെ ഇതൊന്നും നിരീക്ഷിക്കാൻ ക്യാമറ സംവിധാനങ്ങൾ പോലും ഇവിടെയില്ല. പരസ്യ ബോർഡുകൾ സിഗ്നലുകൾ മറയ്ക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന് ജനപ്രതിനിധികൾ തന്നെ പറയുന്നു. ആലുവ ഭാഗത്തു നിന്നും വന്ന് വലത്തേക്ക് തിരിയേണ്ട വാഹനയാത്രക്കാർക്കാണ് പരസ്യ ബോർഡുകൾ പലപ്പോഴും വില്ലനാകുന്നത്. ആലുവ മുതൽ എടപ്പള്ളി വരെ എടുത്താൽ ഏറ്റവും അധികം അപകടം ഉണ്ടാകുന്ന ഒരു ജംഗ്ഷനാണ് TVS ജംഗ്ഷൻ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന മെട്രോയുടെ പില്ലറുകൾ കാരണം വാഹനങ്ങൾക്ക് സിഗ്നൽ വന്നാൽ പോലും കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. പിന്നെ സിഗ്നൽ സംവിധാനത്തിലുള്ള പരസ്യ ബോർഡുകൾ കാരണം ഇവിടുത്തെ ദൂരത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൃത്യമായിട്ട് സിഗ്നൽ കാണാൻ സാധിക്കാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഏകദേശം ഒരു 10-20 വർഷമായിട്ട് ഈ സിഗ്നൽ സംവിധാനത്തിൻ്റെ പാളിച്ച മൂലം ഒട്ടനവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ യാതൊരുവിധ ട്രാഫിക് പരിഷ്കാരങ്ങൾ ഇവിടെ നടത്താനായിട്ട് പോലീസ് അധികാരികളോ മറ്റുള്ളവരോ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എതിർഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെ മറയ്ക്കുന്ന മെട്രോ പില്ലർ സ്ഥാനവും യാത്രക്കാർക്ക് അപകടക്കെണിയാണ്. അപകടം എപ്പോഴും ഉണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ചെയ്യാം, വേറൊന്നും പറയാനില്ല. സ്ഥിരം അപകടപ്പെടുന്നത് നല്ലതാണ്. അപകടങ്ങൾ പതിവാണ് ഇവിടെ. എന്നുവെച്ചാൽ സിഗ്നലിൽ പக்கம் ഇപ്പോൾ റൈറ്റിലേക്കുള്ള സിഗ്നൽ ലോങ്ങി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, ഈ പരസ്യ ബോർഡുള്ളതിൻ്റെ പേരിൽ. സിഗ്നലുകൾ പാടെ മറികടന്ന് ബസ്സുകളും മറ്റും നടത്തുന്ന അഭ്യാസങ്ങളും ഇവിടെ പതിവ് കാഴ്ചയാണ്. നിരീക്ഷണത്തിന് ക്യാമറ സംവിധാനം പോലുമില്ല. കളമശ്ശേരി പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള ജംഗ്ഷനിൽ വാഹനങ്ങൾക്ക് തോന്നുംപടി പോകാം. യാതൊരു വിധത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ തോന്നുംപടി വളച്ചും തിരിച്ചും 4 ഭാഗത്തു നിന്നും വാഹനങ്ങൾ കടന്നു പോകുന്നു. അതിനിടയിൽ ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്യാൻ യാത്രക്കാരുടെ വക അഭ്യാസ പ്രകടനങ്ങൾ വേറെയും. ദീർഘദൂര യാത്രക്കാർക്കടക്കം വേഗത ക്രമീകരിക്കുന്നതിന് നഗരത്തിലെ തിരക്കേറിയ പ്രധാന ജംഗ്ഷനുകളിലെങ്കിലും സാധാരണ സിഗ്നലുകൾക്ക് പകരം കൗണ്ട് ഡൗൺ സിഗ്നലുകൾ ഉറപ്പാക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് റിയ, മാതൃഭൂമി ന്യൂസ്.